ചാണ്ടി ഉമ്മന് മന്ത്രിസഭയിൽ സ്ഥാനം ലഭിച്ചില്ലെന്ന വിവാദങ്ങൾക്കിടെ പുതുപ്പള്ളിയിൽ പ്രവർത്തകർ ചാണ്ടി ഉമ്മന് സ്വീകരണം നൽകി. എന്നാൽ ഇത് ശക്തിപ്രകടനമോ യാത്രയോ അല്ലെന്നും തെറ്റിദ്ധാരണ പരത്തി അപമാനിക്കരുതെന്നും ചാണ്ടി പറഞ്ഞു. താൻ ഒരിക്കലും ഏതെങ്കിലും വിഭാഗത്തിന്റെ സ്വന്തമായി നിന്നിട്ടുള്ള ആളല്ലെന്നും തന്നെ സ്നേഹിക്കുന്നവരാണ് താൻ മന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചതെന്നും ചാണ്ടി പറഞ്ഞു. വ്യാഴാഴ്ച MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുന്നോടിയായാണ് ചാണ്ടിക്ക് പുതുപ്പള്ളിയിൽ സ്വീകരണമൊരുക്കിയത്. തിരുവനന്തപുരത്തായിരുന്ന ചാണ്ടി ചൊവ്വാഴ്ച രാത്രിയാണ് പുതുപ്പള്ളിയിൽ മടങ്ങിയെത്തിയത്. പുതുപ്പള്ളി പള്ളിക്ക് മുന്നിലെ ഉമ്മൻചാണ്ടിയുടെ സ്തൂപത്തിൽ പുഷ്പാർച്ചനയ്ക്കു ശേഷം പ്രവർത്തകരുടെ അകമ്പടിയോടെ ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. പുഷ്പാർച്ചനയ്ക്കിടെ ചാണ്ടി വികാരധീനനായി പൊട്ടിക്കരഞ്ഞു. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട ചാണ്ടി താൻ എന്നും പാർട്ടിക്കൊപ്പമാണെന്ന് വ്യക്തമാക്കി. പാർട്ടിക്കെതിരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. തന്റെ പിതാവ് ഉള്ളപ്പോൾ പോലും ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കാത്ത ആളാണ് താൻ. തന്റെ നിലപാടിൽ ഇനിയും ഒരിക്കലും വ്യത്യാസം ഉണ്ടാകില്ല. തന്നെ പാർട്ടി വിരുദ്ധനാക്കരുതെന്നും താൻ മന്ത്രിയാകുമെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ അപമാനിച്ചുവെന്നും ചാണ്ടി പറഞ്ഞു. ഞാൻ ഇത്ര ദിവസം തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ വന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു യാത്ര ആയി അത് മാറ്റിയെന്ന് ഞാൻ കണ്ടു. ഒരു കാരണവശാലും അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ആരെങ്കിലും ഞാൻ 1-2 ഫ്ലെക്സ് എവിടെയോ ഇരിക്കുന്നത് കണ്ടു വാട്സപ്പിലൊക്കെ. ഒരു കാരണവശാലും അത് പറ്റത്തില്ല. എല്ലാ ഫ്ലെക്സുകളും മാറ്റണം. ഇത് ഒരു തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട്, എന്നെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കഴിഞ്ഞ 4 ദിവസം ഞാൻ അനുഭവിച്ചതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ഇത് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത്. എൻ്റെ പാർട്ടിയെ ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ്. 26 വർഷം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, 23 വർഷം ഒരു സ്ഥാനം വഹിക്കാതെ പ്രവർത്തിച്ച ഒരാളാണ്. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അപമാനമാണ് എനിക്ക് തന്നിരിക്കുന്നത്. എൻ്റെ പേര് മന്ത്രിസ്ഥാനത്തിലേക്ക് വലിച്ചടിച്ച്. ഇത് നിങ്ങൾ എന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി ഞാൻ പാർട്ടി വിരുദ്ധനാക്കി മാറ്റുന്നത് നിങ്ങൾ ചെയ്യരുത്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ, എൻ്റെ സഹോദരങ്ങളോടാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും എൻ്റെ പാർട്ടിക്കെതിരായി ഞാൻ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയെ ഞാൻ സേവനം നടത്തിയിട്ടുള്ളത്. അത് എൻ്റെ പിതാവാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ തേക്കരുള്ളത്. പക്ഷേ ഒരു നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. സ്വന്തം അപ്പനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കേട്ട മകനാണ്. അങ്ങനെയുള്ള കേൾവിക്ക് നിങ്ങൾ ഇട കൊടുക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ യാത്ര ഒരു ശക്തി പ്രകടനമല്ല, ഒരു വെല്ലുവിളിയല്ല. നിങ്ങളത്, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ അനൗൺസ്മെൻറ്റ് പാടില്ല. എനിക്ക് ഒരു കാരണവശാലും ഒരു പബ്ലിസിറ്റി പാടില്ല. നിങ്ങൾ ഇങ്ങനെ കൂടെ നിൽക്കുന്ന വല്ലതും ആണെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. വേണേൽ കൈ തന്നു പോകാം എന്ന് മാത്രം. അത് മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഈ അവസരത്തിൽ ഒരു തരത്തിലൊരു വെല്ലുവിളിയാണെന്ന് വിചാരിക്കരുത്. താൻ തിരുവനന്തപുരത്തേക്ക് സ്വീകരണയാത്ര നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അത്തരത്തിലൊന്നും അനുവദിക്കില്ലെന്നും ചാണ്ടി പറഞ്ഞു. സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളെ താൻ തടയില്ല. എന്നാൽ ഏതെങ്കിലും സ്ഥലത്തിറങ്ങി ഒരു സ്വീകരണവും ഏറ്റുവാങ്ങില്ലെന്നും ചാണ്ടി വ്യക്തമാക്കി. ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പല കോണുകളിൽ നിന്നും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നിരുന്നു. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചാണ്ടി ഉമ്മൻ വരണമെന്ന തരത്തിൽ തിരുവനന്തപുരത്തെ ഫ്ലെക്സ് ബോർഡും പ്രത്യക്ഷപ്പെട്ടിരുന്നു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.